ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് കാണാൻ പോകുന്ന പേ ബാക്ക് എപ്പിസോഡ് 6 ആണേ. അപ്പം സ്റ്റാർട്ടിങ്ങിൽ തന്നെ കാണിക്കുന്നത് സണ്ണിൻ്റെ ഒരു പാസ്റ്റ് സീനാണ്. അപ്പം അവനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇത്തിരി ലേറ്റ് ആയിട്ട് ചെല്ലുമ്പോഴത്തേക്കും അവിടുത്തെ ആ ഒരു ഓണറാണെന്ന് തോന്നുന്നു, ആ സ്ത്രീ ആണെങ്കിൽ അവനെ ചീത്ത പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നിനക്ക് ഈ ജോബ് വേണമെങ്കിൽ നീ കറക്റ്റ് ടൈമിലൊക്കെ വരണമെന്നൊക്കെ പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, നിൻ്റെ കോസ്റ്റ്യൂം അവിടെ ഇരിപ്പുണ്ട്, അതെടുത്ത് ഇടാനൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഒരു കൂപ്പൺ എല്ലാം വിൽക്കണം, അങ്ങനെ എല്ലാം വിറ്റില്ലെങ്കിൽ നിൻ്റെ പൈസ ഞാൻ കട്ട് ചെയ്യുമെന്നൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുമ്പോൾ പിന്നെ കാണിക്കുന്നത് പ്രസൻറ്റ് സീനാണ്. അപ്പം അവിടെ ആണെങ്കിൽ സണ്ണ് നല്ല ദേഷ്യത്തിൽ നിൽക്കുകയാണ് കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, നമ്മുടെ ജയ ആണെങ്കിൽ അവനെ ഓരോ കള്ളമൊക്കെ പറഞ്ഞിങ്ങനെ കളിപ്പിക്കുമല്ലായിരുന്നു ഇത്രയും നാൾ. ഇപ്പോൾ അവൻ ഫൈനലി മനസ്സിലാക്കിയിരിക്കുകയാണ് ജയാണ് ഡയറക്ടർ ആർത്തുന്നത്. അപ്പോൾ ആ ഒരു കലിപ്പ് ലുക്കിൽ നിൽക്കുകയാണ് അവൻ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനേജർ വരുന്നത്. മാനേജർ വന്നിട്ട് പറയുകയാണ്, നീ ഈ കോസ്റ്റ്യൂമിൽ ഓക്കെ അല്ലേ, ഈ ഒരു കോസ്റ്റ്യൂം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ പറയണം. അപ്പോൾ അവൻ പറയുന്നുണ്ട്, എനിക്ക് ഏതാണെങ്കിലും ഓക്കെ ആണെന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർ അവൻ്റെ അടുത്ത് ഒന്നുകൂടെ സോറിയൊക്കെ ചോദിക്കുന്നുണ്ട്, ആ ഒരു പെർഫ്യൂമിൻ്റെ ആ ഒരു ആഡ് മിസ്സായി പോയതിലൊക്കെ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, അതൊന്നും സാരമില്ല, എനിക്ക് ഏത് വർക്കാണെങ്കിലും ഞാൻ ചെയ്യും, അതെന്താണെങ്കിലും എനിക്കൊരു കുഴപ്പമില്ല എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് മാനേജർ സണ്ണിനോട് പറയുന്നുണ്ട്, ഒന്ന് ചിരിക്കാനൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അവനാണെങ്കിൽ ഒരു എക്സ്പ്രഷനും ഇല്ലാതെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. എന്നിട്ട് അവനാണെങ്കിൽ മാനേജറിനോട് ചോദിക്കുന്നുണ്ട്, എനിക്ക് ഈ ഒരു കോസ്റ്റ്യൂം ഒരു അരമണിക്കൂറത്തേക്ക് ഇടാനായിട്ട് തരുമോ, എനിക്കൊരു ആവശ്യമുണ്ടെന്നൊക്കെ പറയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട്, അത് ഞാൻ അവരുമായിട്ട് സംസാരിച്ചോളാം, കുഴപ്പമില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരാളാണെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഒന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ, ഇത് കുറച്ച് ടൈറ്റാന്ന് പറഞ്ഞ് വരുന്നത്. അപ്പം സണ്ണത് ഓക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സണ്ണാണെങ്കിൽ ആ ഒരു മുയൽക്കുട്ടിയുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവരുടെ ആഡ് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ഒരു സീൻ നല്ല ക്യൂട്ടാണ് കേട്ടോ. അപ്പോൾ ആ ഒരു കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് അവൻ നല്ല ക്യൂട്ടായിട്ടുള്ള സ്റ്റെപ്പൊക്കെ ഇടുന്നുണ്ട്. അപ്പം നമ്മുടെ മാനേജറും അതൊക്കെ നോക്കി നിന്നിട്ട് ഇമിറ്റേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവർ വളരെ നന്നായിട്ട് തന്നെ ആ ഒരു ആഡൊക്കെ ഷൂട്ട് ചെയ്ത് തീർക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ മാനേജറിന് നന്നായിട്ട് സന്തോഷമാവുന്നുണ്ട്. അങ്ങനെ സണ്ണാണെങ്കിൽ ആ ഒരു കോസ്റ്റ്യൂം ഇട്ട് കുറച്ച് ഡ്രിങ്ക്സുമായിട്ട് നേരെ ചെല്ലുന്നത് ഡയറക്ടർ ആർത്തറിൻ്റെ ആ ഒരു കമ്പനിയിലോട്ടാണ്, അതായത് നമ്മുടെ ജെയുടെ ഓഫീസിലോട്ട്. അപ്പോൾ അവിടെ ചെല്ലുന്നതും ജെയുടെ സെക്രട്ടറീനെ കാണുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട്, ഇതെനിക്ക് ഞാൻ കുറച്ച് ഡ്രിങ്ക്സ് കൊടുക്കാൻ വന്നതാന്ന് പറയുമ്പോഴത്തേക്കും അയാൾ പറയുകയാണ്, അയ്യോ ഞാൻ കുറച്ച് ബിസിയാണ്, നിങ്ങൾ നേരെ ചെന്നോളൂ, അവിടെ തന്നെയാണ് ഓഫീസ്, നിങ്ങൾ ചെന്നിരുന്നാൽ മതി, അവിടെ സാറുണ്ടെന്ന് പറയണം. അപ്പം ഇവനാണെങ്കിൽ കയറി ചെല്ലുന്നുണ്ട്. അങ്ങനെ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ അവിടെ ജെ ആണെങ്കിൽ ഇരിപ്പുണ്ട്. അപ്പോൾ ജെ ആണെങ്കിൽ ഇവനെ കാണുന്നില്ല. പെട്ടെന്ന് തന്നെ ചോദിക്കുകയാണ്, ഇതെനക്ക് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നീ കണ്ടുപിടിച്ചോ, എനിക്ക് വേണ്ട ഇൻഫർമേഷൻസ് നീ കണ്ടുപിടിച്ചോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ സണ്ണ് പറയുകയാണ്, ഇതുവരെ ഞാൻ കണ്ടുപിടിച്ചിട്ടില്ല, എന്നാൽ കണ്ടുപിടിച്ച കാര്യമെന്ന് പറഞ്ഞാൽ ജെ എന്ന് പറഞ്ഞാൽ അതേ പേഴ്സൺ തന്നെയാണ് ഡയറക്ടർ ആർത്തർ എന്ന് പറയുകയാണ്. അപ്പം ഇതിരിക്കുന്നത് നമ്മുടെ ജെ ആണെങ്കിൽ ശരിക്കും ഷോക്കാവുന്നത് വേറൊന്നും കൊണ്ടല്ല, അവനാണെങ്കിൽ ഈ ഒരു വോയിസ് കേൾക്കുമ്പോഴത്തേക്കും പഴയ അവൻ്റെ ആ ഒരു പാസ്റ്റിലെ കാര്യം അവന് പെട്ടെന്ന് ഓർമ്മ വരുവാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, ഞാൻ ഈ ഒരു ഇൻഡസ്ട്രിയിൽ കയറിയ അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ മറക്കാത്തുള്ള ഒരേ ഒരു വോയിസ് എന്ന് പറഞ്ഞാൽ അത് അയാളുടേതാണ്, നീ ഇനിയും പറയാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട്, നീ വെറുതെ സബ്ജക്റ്റ് ചേഞ്ച് ചെയ്യേണ്ട, നീ പറ, എന്തിനാ എന്നെ ഇങ്ങനെ മണ്ടനാക്കിയത്, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജെ ആണെങ്കിൽ സണ്ണിനെ ഹഗ് ചെയ്തിട്ട് പറയാണ്, ഇത്രയും കാലം എൻ്റെ മെമ്മറീസ് എല്ലാം എന്നിലിങ്ങനെ ലോക്കായിട്ട് കിടക്കുമായിരുന്നു, അതിനൊരു കീ ആവശ്യമായിരുന്നു, ഇപ്പം എനിക്ക് ആ ഒരു കീ കിട്ടി, ഇപ്പം എൻ്റെ മെമ്മറീസ് എല്ലാം എന്നിലോട്ട് തന്നെ തിരിച്ചു വന്നു എന്നിങ്ങനെ പറയുന്നുണ്ട് അവൻ. എന്നിട്ട് അവൻ പറയാണ്, നിന്നെ ഈ ഒരു കോസ്റ്റ്യൂമിൽ കണ്ടപ്പോഴത്തേക്കും ഞാൻ ശരിക്കും ആലോചിച്ചത് എൻ്റെ ആ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള വോയിസ് ഉള്ള ആ ഒരു പേഴ്സണെ പറ്റിയിട്ടാണ് എന്ന് പറഞ്ഞിട്ട് അവനെയാണെങ്കിൽ ഇങ്ങനെ തിരിച്ച് കിടത്തിയിട്ട് അവൻ്റെ ആ ഒരു ഡ്രസ്സ് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് അവനാണെങ്കിൽ ഒരു കാര്യം നോക്കുവാണ്. അത് വേറൊന്നുമല്ല, നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു ടാറ്റു ആണ്. അപ്പോൾ ആ ഒരു ടാറ്റു കാണുന്നത് അവൻ ശരിക്കും ഷോക്കാവുന്നുണ്ട്. അതുമാത്രമല്ല, അവൻ നല്ല ഹാപ്പിയും ആവുന്നുണ്ട്. അവനിത്ര ഹാപ്പി ആവാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ, കുറച്ച് നാൾ മുമ്പ് അവനെ കുറച്ച് പേര് ചേർന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് വന്നപ്പോഴത്തേക്കും ഇവനെ അന്ന് ഹെൽപ്പ് ചെയ്തത് ഒരു കോസ്റ്റ്യൂം ഇട്ടുള്ള ആളല്ലായിരുന്നോ. അന്ന് ഇവനെ അയാൾ സഹായിക്കുക മാത്രമല്ല കേട്ടോ ചെയ്തത്, അവർ ഫിസിക്കലി അന്ന് ഇൻറ്റിമേറ്റ് ആവുകയും ചെയ്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇത്രയും കാലം നമ്മുടെ ജെ ആണെങ്കിൽ ആ ഒരു പേഴ്സൺ ആരാന്നറിയാതെ അവനെ തന്നെ ഇങ്ങനെ ആലോചിച്ച് അവനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുമായിരുന്നു. കാരണം അവന് അന്ന് അവൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്തത് ആരാന്ന് അവന് അറിയത്തില്ലായിരുന്നു. അപ്പം അവൻ്റെ ആ ഒരു ടാറ്റു മാത്രമേ അവന് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് നമ്മുടെ സണ്ണിൻ്റെ ആ ഒരു ടാറ്റു കണ്ടപ്പോഴത്തേക്കും അവന് മനസ്സിലായി, ഇത്രയും നാൾ അവൻ അന്വേഷിച്ച് നടന്ന ആ ഒരു സെയിം പേഴ്സൺ നമ്മുടെ സണ്ണ് തന്നെയാണെന്ന് അവന് മനസ്സിലായി. എന്നിട്ട് സണ്ണ് പറയാണ്, നിനക്കെന്താ വട്ടാണോ, എന്നെ വിടാനൊക്കെ പറയുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട്, എനിക്ക് വട്ടൊന്നുമില്ല, എനിക്ക് മുമ്പത്തെക്കാളും ഇപ്പം നല്ല ബോധമുണ്ടെന്ന് പറയുകയാണ്. എന്നിട്ട് അവൻ പറയുന്നുണ്ട്, നിന്നെ ഞാൻ ഫൂളാക്കണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല, പിന്നെ അതുമാത്രമല്ല, നീ ഇത്രയും കാലം നോക്കി നടന്ന ആ ഡയറക്ടർ ആർത്തർ എന്ന് പറഞ്ഞാൽ അത് ഞാൻ തന്നെയാണെന്ന് അവൻ സമ്മതിക്കുന്നുണ്ട്.
എന്നിട്ട് ജയ് പറയാണ് നിന്നെ ഞാൻ ഒരിക്കലും ഫൂളാക്കണമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ ആരാണെന്ന് മനസ്സിലാക്കാതെ പോയത് അത് നീ ഒരു മണ്ടനായതുകൊണ്ടാണെന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇത് കേട്ട ദേഷ്യം വന്ന് നമ്മുടെ സണ്ണാണെങ്കിൽ അവൻ്റെ അടുത്ത് പറയാണ് നിങ്ങളിതെല്ലാം കണ്ടിട്ട് ശരിക്കും എൻജോയ് ചെയ്യുന്നുണ്ടല്ലേ എന്ന് ചോദിക്കുവാണ്. അപ്പം ജയ് ആണെങ്കിൽ പറയുന്നുണ്ട് ശരിയാ ഇത് അത്ര ബോറിംഗ് ഒന്നും അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സണ്ണ് പറയാണ് എന്നാൽ ഇത്ര എൻജോയ്മെൻറ്റ് മതി തൽക്കാലം എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളാണെങ്കിൽ നിങ്ങളുടെ ആ ഒരു ചെറിയൊരു സിഗരറ്റിന് ഏകദേശം 2 ലക്ഷം ബാത്തെങ്ങാണ്ടാണ് വിലയിട്ടിരിക്കുന്നത്. അതല്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഈ ഒരു മാസം മുഴുവൻ എൻ്റെ പുറകിൽ ഇങ്ങനെ ശല്യം ചെയ്യാൻ ഞാൻ ഒരിക്കലും അനുവദിക്കത്തില്ലായിരുന്നു എന്നിങ്ങനെ പറയുകയാണവൻ. അപ്പോൾ ജയ് പറയാണ് ഞാൻ നിനക്ക് വേണ്ടിയിട്ട് പേ ചെയ്യുമെന്ന് പറയാണ്. എന്നാൽ എൻ്റെ പേയ്മെൻറ്റിൻ്റെ മെത്തേഡ്സും എല്ലാ കണ്ടീഷൻസും നീ അനുസരിക്കണമെന്ന് പറയാണ്. നീ ഇപ്പം ഇനി അത് റീഫണ്ട് ചെയ്യാനെങ്ങാനും നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ അങ്ങനെ ചിന്തിക്കുകയേ വേണ്ട. അങ്ങനെങ്ങാനും ചിന്തിച്ചാൽ ഞാൻ തന്നെ നിൻ്റെ മരണത്തിന് കാരണമാവും എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ തിരിച്ച് ആ ഒരു ആഡ് ഷൂട്ട് ചെയ്ത് ആ ഒരു പ്ലേസിൽ തന്നെ വരുവാണ്. അപ്പം കജോണാണെങ്കിൽ വന്നിട്ട് പറയുന്നുണ്ട് നീ എന്താ ഇത്രയും ലേറ്റ് ആയത്, അവർ ആ ഒരു കോസ്റ്റ്യൂമിന് വേണ്ടിയിട്ട് ഇത്രയും നേരം വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം സണ്ണ് പറയുകയാണെങ്കിൽ അതൊന്നും ഇല്ല എന്ന് പറയുകയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതുവരെ പോയില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മാനേജർ പറയുന്നുണ്ട് ഇല്ല ഞാൻ പോയില്ല, ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു എന്ന് പറയാണ്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നത്തെ നിൻ്റെ വർക്ക് നന്നായിരുന്നു, നീ അതെല്ലാം നന്നായിട്ട് തന്നെ ചെയ്തു. ഇതിനു മുമ്പ് നീ ഇത് വർക്ക് ചെയ്തിട്ടുള്ള പോലെ ആയിരുന്നു നിൻ്റെ ആ ഒരു ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ പറയുകയാണ്. അപ്പോഴത്തേക്കും സണ്ണ് പറയുന്നുണ്ട് ഞാനിത് ഓൾറെഡി ചെയ്തിട്ടുണ്ടെന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും ഇത് കേൾക്കുന്നത് ഷോക്കായിട്ട് നമ്മുടെ മാനേജർ ചോദിക്കുകയാണ് നീ ചെയ്യാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ അവൻ്റെ കോസ്റ്റ്യൂമൊക്കെ ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അവൻ്റെ ആ ഒരു ടാറ്റു നമ്മുടെ മാനേജറും കാണുന്നുണ്ട്. അപ്പം മാനേജർ പറയുന്നുണ്ട് നിൻ്റെ ടാറ്റു കൊള്ളാം, ഇതിൻ്റെ മീനിങ് എന്തുവാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അവൻ പറയുന്നുണ്ട് അത് എനിക്കും അറിയത്തില്ല, എനിക്ക് കണ്ടു ഇഷ്ടപ്പെട്ടു, അപ്പം ഞാനതങ്ങ് ടാറ്റു ചെയ്തു അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അവരാണെങ്കിൽ അവിടുന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ മാനേജറിൻ്റെ അടുത്ത് സ്കൈയുടെ കാര്യം ചോദിക്കുന്നുണ്ട്. സ്കൈ വിളിച്ചായിരുന്നോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും മാനേജർ പറയുകയാണ് ഇല്ല അവൻ വിളിച്ചില്ല എന്ന് പറയുകയാണ്. അങ്ങനെ ആ സീൻ അവിടെ കട്ടാകുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ സ്കൈനെയാണ്. അപ്പം സ്കൈനെ മാനേജറാണെങ്കിൽ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അവനാണെങ്കിൽ ഈ കോള് കണ്ടിട്ടും മാനേജറിൻ്റെ ആ ഒരു കോൾ എടുക്കുന്നില്ല, അത് കട്ടാക്കുവാണേ. അങ്ങനെ അവനാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അവൻ്റെ ആ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് വരുവാണ്. അങ്ങനെ അവിടെ ചെല്ലുമ്പോഴത്തേക്കും കാണുന്നത് നമ്മുടെ ഫക്കിനെയാണ്. ഫക്കിനാണ് ഇന്നത്തെ അവരുടെ ആ ഒരു ഗസ്റ്റ് ടീച്ചർ കേട്ടോ, ഇവർക്ക് ക്ലാസ് എടുക്കാനായിട്ട് വന്ന. അങ്ങനെ ഫക്കിനെ കാണുമ്പോഴത്തേക്കും സ്കൈ ചെറുതായിട്ടൊന്ന് ഷോക്കാവുന്നുണ്ട്. എന്നിട്ട് ഫക്കിനാണെങ്കിൽ അവൻ്റെ ആ ഒരു ക്ലാസ്സൊക്കെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഫക്കിനാണെങ്കിൽ അവൻ്റെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ചെറിയൊരു ഫോട്ടോഷൂട്ട് പോലെ അവർക്ക് പിള്ളേർക്കൊക്കെ കാണിച്ചു കൊടുക്കാനായിട്ട് നമ്മുടെ സ്കൈനെ വിളിക്കുന്നുണ്ട്. അവൻ വിളിച്ചിട്ട് പറയുകയാണ് എൻ്റെ ഒരു മോഡലായിട്ട് വന്നിരിക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ സ്കൈയും എന്നിട്ട് ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിരിക്കുമ്പോഴത്തേക്കും അവന് ആദ്യമേ ഒന്നും കുഴപ്പമില്ല, പക്ഷേ പിന്നെ പിന്നെ ഓരോ ഫോട്ടോസ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോഴും അവൻ്റെ ആ ഒരു പേടി ഉള്ളിൽ ആ ഒരു പേടി പുറത്തോട്ട് വരുവാണ് കേട്ടോ. അവനാണെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനേ പറ്റുന്നില്ല, അവന് ശരിക്കും അവന് ടെൻഷൻ ആവുകയാണ്. അങ്ങനെ അവനാണെങ്കിൽ പെട്ടെന്ന് അവിടുന്ന് തന്നെ എണീറ്റിട്ടങ്ങ് പുറത്തോട്ട് പോവാണ്. സോറി എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെങ്കിൽ പുറത്തോട്ട് പോവാണ്. അത് കഴിഞ്ഞ് സണ്ണിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവനാണെങ്കിൽ ഇങ്ങനെ വെളിയിൽ വന്ന് നിൽക്കുമ്പോഴത്തേക്കും ഫക്കിനാണെങ്കിൽ അവൻ്റെ അടുത്ത് വന്ന് ചോദിക്കുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി വന്നത്, എന്താ പറ്റിയെന്ന് ചോദിക്കുമ്പം അവനാണെങ്കിൽ അതൊന്നും ഇല്ലാന്ന് പറഞ്ഞിട്ട് സോറി പറയുന്നുണ്ട്. ഫക്കിൻ പറയുന്നുണ്ട് എനിക്കറിയാം, ഞാൻ നിൻ്റെ സ്റ്റേജ് ഷോസൊക്കെ കണ്ടിട്ടുണ്ട്, നീ നല്ല ക്യാപ്പബിൾ ആണെന്നും നല്ല പൊട്ടൻഷ്യൽ നിന്നിൽ ഉണ്ടെന്നൊക്കെ എനിക്കറിയാം. പക്ഷേ നിൻ്റെ ഈ ഒരു പേടി കാരണം അത് നിൻ്റെ ഫ്യൂച്ചറിന് അതൊരു പ്രശ്നമാവും എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവൻ ചോദിക്കുകയാണ് നിന്നെ ആരെങ്കിലും സീക്രട്ടായിട്ട് ഫോട്ടോസ് വല്ലതും എടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും സ്കൈ ആണെങ്കിൽ പറയുകയാണ് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ടൊന്നും അറിയത്തില്ലെങ്കിൽ അങ്ങനെയൊന്നും പറയരുതെന്ന് പറയുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾ പോയി നിങ്ങളുടെ ന്യൂഡ് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ ഫക്കിന് മനസ്സിലായി, അപ്പോൾ അത് ശരിയായിരുന്നു എന്ന് അവന് മനസ്സിലായി. അങ്ങനെ അടുത്ത സീനിൽ മാനേജറിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ മാനേജറാണെങ്കിൽ സണ്ണിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യണോ, നീ എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ ഓൾറെഡി ഇറങ്ങി, ഞാനിപ്പോൾ ഡയറക്ടർ ആർത്തറിൻ്റെ കൂടെയാണെന്ന് പറയാം. അപ്പോൾ ഇതേന്ന് നീ ഡയറക്ടർ ആർത്തറിൻ്റെ കൂടെയാണല്ലേ എന്നിങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് ഷോക്കാവുകയാണ് മാനേജർ. എന്നിട്ട് ചോദിക്കുകയാണ് എന്ത് നീ ഇപ്പോൾ ആരുടെ കൂടെയാണെന്ന് പറഞ്ഞ് ഡയറക്ടർ ആർത്തറിൻ്റെ കൂടെയോ ഇതിങ്ങനെ ചോദിച്ചിട്ട് ചോദിക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അങ്ങ് പെട്ടെന്ന് ഫോണങ്ങ് കട്ട് ചെയ്യുവാണ്. അപ്പോൾ ജയ് പറയാണ് നിൻ്റെ മാനേജർ ആൾ നല്ല ആളാണല്ലോ, നിന്നെപ്പറ്റി നല്ല കെയർ ഒക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം സണ്ണ് ചോദിക്കുകയാണ് നിങ്ങൾ എന്നെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് ചോദിക്കുകയാണ്. അപ്പം ജയ് പറയുന്നുണ്ട് എനിക്ക് ആലീസിൻ്റെ അടുത്തൊരു വർക്കുണ്ട്, അപ്പം അവിടെ പോകണം, എന്നാൽ അതിന് മുമ്പ് എനിക്ക് വേറൊരു സ്ഥലത്ത് പോകണമെന്ന് പറയുകയാണ്. അപ്പം സണ്ണ് ചോദിക്കുന്നുണ്ട് എവിടെയാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതവൻ എവിടെയാണെന്നൊന്നും പറയുന്നില്ല. അപ്പം അവർ ആ സ്ഥലത്തോട്ട് എത്തുവാണ്. അങ്ങനെ അവർ ചെല്ലുന്നത് വേറെ എവിടെയല്ല, ഒരു സെമിത്തേരിയിലാണേ. അങ്ങനെ ജയ് ആണെങ്കിൽ അവൻ്റെ കയ്യിലൊരു ഫ്ലവറൊക്കെ ഉണ്ട്. അങ്ങനെ ആ ഒരു ഫ്ലവറുമായിട്ട് അവരൊരു ഗ്രേവിൽ ചെല്ലുന്നുണ്ട്. അങ്ങനെ അവിടെ ചെന്നിട്ട് ആ ഒരു ഫ്ലവർ അവിടെ വെക്കുന്നുണ്ട്. ഇപ്പോൾ അത് ആരാണെന്നൊന്നും നമ്മുടെ അടുത്ത് പറയുന്നില്ല. എനിക്ക് തോന്നുന്നു അത് അവൻ്റെ അമ്മയാണെന്നാണ് തോന്നുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ടുകൊണ്ട് നോക്കി നിൽക്കുവാണ് നമ്മുടെ സണ്ണ്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് അവരാണെങ്കിൽ അവിടുന്ന് തിരിച്ചു വരുന്നുണ്ട്.
എന്നിട്ട് ജെ പറയുന്നുണ്ട് എനിക്ക് വിശക്കുന്നുണ്ട്, ബാ നമുക്ക് എന്തെങ്കിലും കഴിക്കാം, നീ തന്നെ ചൂസ് ചെയ്തോളാൻ പറയുന്നുണ്ട്. അപ്പോൾ സണ്ണ് ചോദിക്കുകയാണ് ഞാൻ ചൂസ് ചെയ്യണോ, എന്നാൽ ശരി നിങ്ങൾക്ക് എന്താ വേണ്ടത് കഴിക്കാനെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഇത് കേൾക്കുന്നത് ജെ ആണെങ്കിൽ പറയുകയാണ് എനിക്ക് വേണ്ടത് നിന്നെയാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സണ്ണിനെ ആണെങ്കിൽ ഇങ്ങനെ ക്ലോസ് ആയിട്ട് കൊണ്ടുവരുവാണ് അവൻ്റെ അടുത്തേക്ക്. അങ്ങനെ നമ്മുടെ ജെ ആണെങ്കിൽ സണ്ണിനെ ഇങ്ങനെ കിസ് ചെയ്യാനായിട്ട് വരുവാണ്. അപ്പോഴത്തേക്കും സണ്ണാണെങ്കിൽ അങ്ങ് ഒഴിഞ്ഞു മാറുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് നീ എന്തായി ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ജെ പറയുന്നുണ്ട് സണ്ണിൻ്റെ അടുത്ത്, നീ പറഞ്ഞതല്ലേ എൻ്റെ പേയ്മെൻറ്റ് എല്ലാ മെത്തേഡ്സും കണ്ടീഷൻസും നീ അക്സെപ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞതല്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും നമ്മുടെ സണ്ണാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ജെ ആണെങ്കിൽ അവനെ അങ്ങ് കിസ് ചെയ്യുകയാണ്. അങ്ങനെ ആ ഒരു ഡീപ്പായിട്ടുള്ളൊരു കിസ് സീൻ ഇങ്ങനെ ഓടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവരാണെങ്കിൽ ഫുഡൊക്കെ കഴിക്കാനായിട്ട് വരുവാണ്. അങ്ങനെ നമ്മുടെ സണ്ണ് ചൂസ് ചെയ്ത ആ ഒരു പ്ലേസ് കണ്ടിട്ട് അന്തം വിട്ടിരിക്കുകയാണ് ജെ. എന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഈ ഒരു പ്ലേസ് ആണോ നമ്മുടെ ഫസ്റ്റ് ഡിന്നർ ഡേറ്റിന് വേണ്ടിയിട്ട് നീ ചൂസ് ചെയ്തതെന്ന് ചോദിക്കുവാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് നീയല്ലേ എൻ്റെ അടുത്ത് ചൂസ് ചെയ്യാൻ പറഞ്ഞത്, അതാ ഞാൻ ചൂസ് ചെയ്തതെന്ന് പറയാണ്. അപ്പം ജെ ആണെങ്കിൽ ഈ ബാസ്റ്റേർഡ് എന്ന് പറഞ്ഞവനാണെങ്കിൽ ചീത്ത പറയാണ്. എന്നാൽ ഇത് മനസ്സിലാവാതെ നമ്മുടെ സണ്ണാണെങ്കിൽ പറയാണ് ഓ നിനക്ക് മസ്റ്റാർഡ് വേണോ, എന്നാൽ അത് വിടില്ല എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് നമ്മുടെ ജെ ആണെങ്കിൽ ചോദിക്കുകയാണ് നിനക്ക് ഇംഗ്ലീഷ് അറിയില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് എനിക്ക് ഇംഗ്ലീഷ് അറിയില്ല, ആ ഓക്കെ യാ അങ്ങനെയൊക്കെ എനിക്ക് അറിയത്തുള്ളൂ എന്നൊക്കെ പറയണം. അങ്ങനെ ഫുഡ് വന്നിട്ട് അവനാണെങ്കിൽ കഴിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ജെയ്ക്കാണെങ്കിൽ ഇത് കഴിക്കാൻ അറിയത്തില്ല. അവനാണെങ്കിൽ ഇത് വെച്ചുകൊണ്ട് ഇങ്ങനെ നോക്കിയിരിക്കുക എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് അറിയാതെ. അപ്പം സണ്ണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ നിൻ്റെ ഇഷ്ടത്തിന് ഇതിനകത്ത് ചില്ലി സോസൊക്കെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കഴിക്കാമെന്ന് പറയാണ്. അപ്പോൾ അവൻ പറയുന്നുണ്ട് എനിക്ക് വേണ്ടത് നിന്നെയാണെങ്കിലോ എന്ന് ചോദിക്കുമ്പോൾ അവൻ പറയുന്നുണ്ട് കഴിക്കാൻ പറയുന്നുണ്ട് മര്യാദയ്ക്ക്. എന്നിട്ട് അവനാണെങ്കിൽ അവിടെ അത് ഉണ്ടാക്കുന്ന ആ ഒരു ലേഡീനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴത്തേക്കും അവനാണെങ്കിൽ അവൻ്റെ അമ്മേനെയാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരുമിച്ചിരുന്ന് ആ ഒരു ഡിന്നറൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് അവൻ പറയുന്നുണ്ട് എനിക്കിത് ഒരുപാട് ഇഷ്ടമായെന്നും കൂടെ പറയാണ്. എന്നിട്ട് അവരാണെങ്കിൽ തിരിച്ച് ആ ഒരു ജെയുടെ ആ ഒരു റൂമിലോട്ട് വരുവാണ്. അങ്ങനെ അവിടെ ചെന്നതും ജെ ആണെങ്കിൽ അവൻ്റെ ഒരു സ്ക്രിപ്റ്റ് എടുത്ത് സണ്ണിന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് നീ ഇത് മൊത്തം വായിക്കണമെന്ന് പറയണം. എന്നിട്ട് പറയുന്നുണ്ട് സണ്ണി ആണെങ്കിൽ ഇനി വരാൻ പോകുന്ന ആ ഒരു സീരീസിലെ മെയിൻ ക്യാരക്ടർ അവനായിരിക്കും, അതുമാത്രമല്ല ആ ഒരു പ്രോജക്റ്റ് നമ്മുടെ ഡ്രീമിൻ്റെ അണ്ടറിലും കൂടെ ആണെന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ അങ്ങ് ഇറങ്ങി പോവുകയാണ്. അങ്ങനെ സണ്ണാണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് അവനാണെങ്കിൽ മറ്റേ ജെ പറയാറുള്ള ആ ഒരു ഓൾഡ് മാൻ ഇല്ലേ അയാളെ കാണാനായിട്ട് വരുവാണ്. അങ്ങനെ ഇവനാണെങ്കിൽ അവിടെ എല്ലാം അയാളെ നോക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അയാൾ ബാക്കിൽ നിന്ന് നിന്നിട്ട് ആ മിസ്റ്റർ ടു ഭാഗത്ത് ഞാൻ നിന്നെ കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചിരിക്കുമായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പം സണ്ണ് പറയാണ് എനിക്ക് നിങ്ങളിൽ നിന്നൊരു കാര്യം അറിയണം, ജെ ആണെങ്കിൽ എന്നെ ഇന്നൊരു സെമിത്തേരിയിലോട്ട് കൊണ്ടുപോയി, അപ്പം എനിക്കറിയണം അതാരാ ആ വുമണെന്ന് എനിക്ക് അറിയണമെന്ന് പറയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നത് അയാൾ പറയുകയാണ് എന്നാലും എങ്ങനെയാണ് എൻ്റെ ജെ ആണെങ്കിൽ നിന്നെ ഇത്രയും ട്രസ്റ്റ് ചെയ്തതെന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം അവൻ പറയുന്നുണ്ട് ചിലപ്പോൾ എനിക്ക് സണ്ണിയോടുള്ള ആ ഒരു ദേഷ്യവും എനിക്ക് സണ്ണിയോട് റിവഞ്ച് ചെയ്യാനുള്ള ഒരു കാരണം അറിഞ്ഞതുകൊണ്ടായിരിക്കും എന്നിങ്ങനെ പറയണം. അപ്പോൾ ഇത് കേൾക്കുന്നത് അയാൾ ഷോക്കായിട്ട് പറയാണ് എന്താ നീ സണ്ണിക്കെതിരെ റിവഞ്ച് ചെയ്യാൻ പോവുകയാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്, എന്താ അതിൻ്റെ റീസൺ, ഇനി സണ്ണി നിൻ്റെ ഫാമിലിയിലെ മെമ്പേഴ്സിൽ ആരെങ്കിലും കൊന്നോ എന്നൊക്കെ ചോദിക്കുവാണ്. ഇത് കേൾക്കുന്നത് സണ്ണ് പറയുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയാണ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ അമ്മയും എൻ്റെ ബ്രദറും മരിക്കാനായിട്ടുള്ള കാരണം ഞാനാണെന്നിങ്ങനെ പറയുവാണ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ് എപ്പോഴാണ് നിൻ്റെ അമ്മയും ബ്രദറും മരിച്ചതെന്ന് ചോദിക്കുകയാണ്. അപ്പം സണ്ണ് പറയുകയാണ് 5 വർഷം മുമ്പാണ് എൻ്റെ ബ്രദർ മരിച്ചതിന് ശേഷമാണ്, അത് കഴിഞ്ഞ് 3 മാസം കഴിയുമ്പോഴത്തേക്കും അമ്മയും മരിച്ചു എന്ന് പറയാണ്. അപ്പോൾ അയാൾ പറയാണ് എനിക്ക് മനസ്സിലായി, നീ കാരണമാണ് നിൻ്റെ അമ്മയും ബ്രദറും നിനക്ക് നഷ്ടമായെന്ന് എനിക്ക് മനസ്സിലായി, പക്ഷെ നീ കുറച്ചുകൂടെ ക്ലിയറായിട്ട് പറ എന്താണ് അതിൻ്റെ യഥാർത്ഥ റീസൺ എന്ന്, അപ്പോഴല്ലേ എനിക്ക് അത് അറിയത്തുള്ളൂ എന്നിങ്ങനെ അയാൾ പറയാണ്. എന്നിട്ട് സണ്ണ് ചോദിക്കുവാണ് നിങ്ങൾ കർമ്മയിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് സംഭവിച്ചത് 5 വർഷം മുമ്പാണെന്ന് പറയാണവൻ. എന്നിട്ട് അവൻ പറയുന്നുണ്ട് 5 വർഷം മുമ്പ് ഞാനൊരു ഡെപ്റ്റ് കളക്ടറായിരുന്നു എന്ന് പറയാണ്. മറ്റുള്ളവരുടെ പണവും അവരുടെ ആ ഒരു പ്രോപ്പർട്ടീസും അവരെ പേടിപ്പിച്ചും അവരെ ഭീഷണിപ്പെടുത്തിയും അവരുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നതായിരുന്നു എൻ്റെ ജോലി എന്ന് അവൻ പറയാണ്. അതിനുശേഷം ഞാനാണെങ്കിൽ സ്കൂളിൽ നിന്ന് ഡ്രോപ്പ് ഔട്ടായി. അത് കഴിഞ്ഞ് ഞാനൊരു വീട്ടിൽ ഡെപ്റ്റ് കളക്ട് ചെയ്യാനായിട്ട് ചെന്ന് അയാളെയും അയാളുടെ മോളെയും ഞാൻ ഭീഷണിപ്പെടുത്തി. എന്നാൽ അവർ അവരുടെ പണമൊന്നും തരാൻ തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അയാളുടെ മോളെ ഹേർട്ട് ചെയ്തു എന്ന് പറയാണ്. എന്നിട്ട് അയാളുടെ കയ്യിലുള്ള എല്ലാം, അതായത് അവരുടെ വീടിൻ്റെ പ്രോപ്പർട്ടി വരെ ഞാൻ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയെന്ന് പറയാണ്. ആ ഒരു കർമ്മയാണ് പിന്നീട് എനിക്ക് തിരിച്ചടിച്ചതെന്ന് അവനിങ്ങനെ പറയാണ്. അന്നേ ദിവസം രാത്രി അയാളാണെങ്കിൽ എൻ്റെ അനിയനെ വന്ന് അറ്റാക്ക് ചെയ്തു എന്ന് പറയുകയാണ്. അതുമാത്രമല്ല എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ടായിരുന്നു, അവൻ്റെ പേര് ബാങ്ക് എന്നാണ്, അതായത് ഇപ്പോഴത്തെ സണ്ണി. അവനാണെങ്കിൽ ഞാൻ എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എടുത്ത് സ്വരുക്കൂട്ടി വെച്ചിരുന്ന എല്ലാ ക്യാഷും എടുത്തുകൊണ്ട് അവനാണെങ്കിൽ അവിടുന്ന് സ്ഥലം വിട്ടെന്ന് പറയുകയാണ്. അതിനുശേഷം എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് എനിക്ക് കുറേ ക്യാഷ് കടം വാങ്ങേണ്ടി വന്നെന്നും അവൻ പറയുകയാണ്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ടിപ്പം ഏകദേശം 5 വർഷമായെന്ന് അവൻ പറയുകയാണ്.
ഇതെല്ലാം കഴിഞ്ഞ് ഇപ്പോഴാണ് ഞാൻ അറിയുന്നത് എൻ്റെ അമ്മയുടെയും എൻ്റെ ബ്രദറിൻ്റെയും മരണത്തിന് കാരണം സണ്ണിയാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ അവനെതിരെ റിവഞ്ച് എടുക്കാനായിട്ട് തീരുമാനിച്ചതെന്ന് പറയുകയാണ്. അപ്പോൾ അയാൾ ചോദിക്കുകയാണ്, അപ്പോൾ നിൻ്റെ ഫാമിലിയൊക്കെ മരിച്ചു പോയതിന് ശേഷം പിന്നെ നീ എന്തോ ചെയ്തു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, ഞാൻ എൻ്റെ കടം തീർക്കാനായിട്ട് ഞാൻ ഒരുപാട് ജോലികൾ ചെയ്യേണ്ടി വന്നു എനിക്ക്. അങ്ങനെ എൻ്റെ കടമെല്ലാം ഞാൻ കൊടുത്തു തീർത്തു എന്ന് അവൻ പറയുകയാണ്. അങ്ങനെ ഇവൻ്റെ ഈ ഒരു സ്റ്റോറി എല്ലാം കേട്ടിട്ട് അയാൾക്കാണെങ്കിൽ അങ്ങ് കരച്ചിൽ വരുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇതുകൊണ്ടായിരിക്കും എൻ്റെ ജയ്ക്ക് നിന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടത്, എൻ്റെ ജയ്ക്ക് നിന്നെപ്പറ്റി എല്ലാം അറിയാമായിരിക്കും എന്നൊക്കെ അയാളിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും സണ്ണ് പറയാണ്, എനിക്കും അറിയാം ഇപ്പം ജയ തന്നെയാണ് ഡയറക്ടർ ആർത്തർ എന്ന് പറയുകയാണ്. അപ്പോൾ ഇത് കേൾക്കുന്നതും ഷോക്കായിട്ട് അയാൾ ചോദിക്കുകയാണ്, അപ്പം നിനക്കും ഇപ്പം സത്യമൊക്കെ അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ്, നിങ്ങളെപ്പോലൊരു നല്ല ആൾ ജയിനെ സഹായിക്കുന്നുണ്ടെങ്കിൽ അതിനെന്തെങ്കിലും ഒരു റീസൺ കാണും, അതുകൊണ്ടായിരിക്കും നിങ്ങൾ എൻ്റെ അടുത്ത് പറയാത്തതെന്ന് ഇങ്ങനെ പറയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കേൾക്കുന്നതും അയാൾക്കാണെങ്കിൽ ഒന്ന് ശരിക്കും ഒന്ന് സങ്കടമാവുകയാണ്. ഇങ്ങനെ അയാളാണെങ്കിൽ കണ്ണൊക്കെ പൊത്തിയിട്ട് ഇങ്ങനെ കരയുവാണ്. കരഞ്ഞിട്ട് അയാളിങ്ങനെ പറയുന്നുണ്ട്, ഇപ്പോൾ എനിക്ക് മനസ്സിലായി അവൻ എന്തുകൊണ്ടാണ് നിന്നെ ഇത്രയധികം വിശ്വസിക്കുന്നതെന്ന്. അതുകൊണ്ടാണ് നിന്നെ അവൻ അവൻ്റെ അമ്മേനെ കാണിക്കാനായിട്ട് അങ്ങോട്ടേക്ക് കൊണ്ടുപോയെന്ന് പറയുകയാണേ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, എൻ്റെ ജയും ഇതേപോലെ പ്രതികാരം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങോട്ടേക്ക് തിരിച്ചു വന്നതെന്ന് പറയാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിനക്കറിയില്ലേ ഡ്രീമിൻ്റെ ആദ്യത്തെ ആ ഒരു ഫൗണ്ടർ ആരാന്ന് നിനക്ക് അറിയത്തില്ലേ എന്ന് ചോദിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് ഒരു പാസ്റ്റ് സീനാണ്. അപ്പോൾ അതിൽ നമ്മുടെ ഡ്രീം എങ്ങനെയാണ് ശരിക്കും സ്റ്റാർട്ടായെന്ന് ഉള്ള ആ ഒരു പാസ്റ്റ് സീൻ കാണിക്കുന്നുണ്ട്. അപ്പം ഇതിൽ കാണിക്കുന്ന ഈ ഒരു ലേഡിയുടെ പേരാണ് മിസ്സിസ് പാവിനി. അപ്പം ഇവരാണ് നമ്മുടെ ജയയുടെ അമ്മയെന്നാണ് തോന്നുന്നത്. അപ്പം ഇവരാണ് ശരിക്കും നമ്മുടെ ആ ഒരു ഡ്രീമിൻ്റെ ഫൗണ്ടർ കേട്ടോ. എന്നിട്ട് അയാൾ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാണോ ജയയുടെ അമ്മേനെക്കുറിച്ച് എന്നിൽ നിന്ന് അറിയുന്നത്, ഇതൊന്നും നീ ജയയുടെ അടുത്ത് പറയാൻ പാടില്ല, എനിക്ക് നിന്നെ ട്രസ്റ്റ് ചെയ്യാവോ എന്ന് അയാൾ ചോദിക്കുകയാണ്. അതിന് അയാൾ എന്താണ് നമ്മുടെ സണ്ണിൻ്റെ അടുത്ത് പറഞ്ഞതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല കേട്ടോ. അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് അവനാണെങ്കിൽ ഇങ്ങനെ അവിടുന്ന് പുറത്തിറങ്ങി വരുമ്പോഴത്തേക്കും പെട്ടെന്നൊരു കാറിൻ്റെ ഫ്രണ്ടിലോട്ട് ഇങ്ങനെ ചെന്ന് ചാടുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ അങ്ങോട്ടേക്ക് മറിഞ്ഞു വന്ന് വീഴുന്നുണ്ട്. അങ്ങനെ ആ കാറിൽ നിന്നാണെങ്കിൽ ബോഡി ഗാർഡ് ഇറങ്ങി വന്നിട്ട് ചോദിക്കുകയാണ്, നിനക്ക് അറിയാവോ ഇത് ആരുടെ കാറാണെന്ന് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അടിക്കാനായിട്ട് പോകുമ്പോൾ അയാൾ പറയുന്നുണ്ട്, ഒന്നും ചെയ്യേണ്ട വിട്ടേക്കാൻ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ എപ്പിസോഡ് 6 എൻഡ് ആവുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ. അപ്പോൾ ബൈ ഫ്രണ്ട്സ്.